ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു കിടിലം ഐസ്ക്രീം ഇന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ? നമ്മുടെ വീട്ടിലുള്ള 3 ചേരുവകൾ കൊണ്ട് നമുക്കൊരു കിടിലം ഐസ്ക്രീം നമുക്കിന്ന് വീട്ടിൽ തയ്യാറാക്കാം. അതിന് ഞാൻ ഇന്നിവിടെ ആവശ്യമായി എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് കാണുന്ന ഗോതമ്പ് മാവാണ്. ഞാനിവിടെ 3 ടീസ്പൂൺ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ടീസ്പൂൺ പഞ്ചസാരയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ബൂസ്റ്റാണ്. നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന 5 രൂപയുടെ ബൂസ്റ്റ്, 1 കവർ പാല് നമുക്ക് വേണം. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് പാനൊന്ന് ചൂടായതിനു ശേഷം ആ എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവ് നമുക്ക് വറുത്തെടുക്കാം. നന്നായി വറുത്തെടുക്കണം. തീ കുറച്ച് വെച്ച് തന്നെ മാവൊന്ന് നന്നായി വറുത്തെടുക്കാം. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഐസ്ക്രീം വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിനെക്കാട്ടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. മാവിത വറുത്ത് കഴിഞ്ഞു. നമുക്ക് മാവ് തണുക്കാനായി മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് അതിനെ തട്ടി വയ്ക്കാം. മാവ് ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് പാല് വീട്ടി നമുക്കൊന്ന് നന്നായി കട്ട പിടിക്കാതെ ഇളക്കി യോജിപ്പിക്കാം. കുറച്ചുകൂടെ പാൽ ആവശ്യത്തിന് ഒഴിച്ച് നന്നായി മാവ് കട്ടയില്ലാതെ കലക്കി എടുക്കുക. ഇതുപോലെ ഒരു പരുവമാകുമ്പോഴുന്ന വരെ നമ്മൾ മാവ് കലക്കി എടുക്കുക. അതിനുശേഷം മറ്റൊരു ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് 1 ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ കലക്കി മാറ്റി വെച്ചിരിക്കുന്ന ആ ഗോതമ്പ് മാവും പാലും കൂടെ ആയിട്ട് കലക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് നമുക്ക് ആ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനെ നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇത് ചെയ്യുമ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഗോതമ്പ് മാവായതുകൊണ്ട് പെട്ടെന്ന് കട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി കൈയെടുക്കാതെ തന്നെ നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ പഞ്ചസാരയും നന്നായി ഉരുകി അതിലേക്ക് പിടിക്കുന്നത് വരെ നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് നമുക്കിനി നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ആ ബൂസ്റ്റ് 2 കവർ നമുക്ക് അതിലേക്ക് പൊട്ടിച്ച് അതിനെ യോജിപ്പിച്ചെടുക്കാം. നന്നായി തീയൊക്കെ കുറച്ച് വെച്ച് നന്നായി അതിനെ യോജിപ്പിച്ച് എടുക്കാം. ചെറിയ ചെറിയ കട്ടകളുണ്ടാവും, അത് സാരമില്ല. കാരണം നമ്മൾ മിക്സിയിലിട്ട് ഇത് അടിച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രീസറിലേക്ക് വെക്കാൻ പോകുന്നത്. നമുക്കിനി അത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ വീഴ്ത്തി അതിനെ അടിച്ചെടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെ അതിലേക്ക് ഞാനൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 4 ഏലക്ക അത് കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 4 ഏലക്ക കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ആ ഏലക്കയും കൂടെ ഇട്ട് നമുക്ക് ഈ മിക്സിനെ അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുക്കണം. ഒരു ടിഫിൻ ബോക്സോ ഒരു കേക്കിൻ്റെ ട്രേയോ ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് നമുക്കതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ഈ മിക്സ് നമുക്കതിലേക്ക് ഒഴിച്ച് നന്നായി അടച്ച് ഫ്രീസറിൽ 1 മണിക്കൂർ വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോൾ ഞങ്ങളുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സ്പൂൺ എടുത്ത് അതിനെ കോരി ഒരു ഐസ്ക്രീം ബൗളിലേക്ക് വെച്ച് അതിനെ നമുക്ക് വേണമെങ്കിൽ ബൂസ്റ്റ് പൊടി കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് കഴിക്കാം. എൻ്റെ 2 മക്കൾക്കും ഇത് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ.